7-ാം ദിവസവും 8-ാം ദിവസവും 9-ാം ദിവസമാണ് അന്വേഷണം തുടങ്ങിയത്. എന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു, ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള അന്വേഷണമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. നിങ്ങൾ എന്ത് അന്വേഷണമാണ് ഏർപ്പെടുത്തിയത്? ഇവിടെയും അതുപോലെ നൂറുകണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തി. നിരന്തരമായ രക്ഷാപ്രവർത്തനം. 3-ാം ദിവസം ആ രക്ഷാപ്രവർത്തനത്തിൽ 3-ാം ദിവസം തൊട്ട് കിട്ടിയത് ചില മൃതദേഹങ്ങൾ കൂടിയാണ്. ആ മൃതദേഹങ്ങളും രക്ഷപ്പെടുത്തിയവരുമായി മെഡിക്കൽ കോളേജിലേക്ക് നീങ്ങുന്ന വാഹനത്തെ വഴിയിൽ തടഞ്ഞവരാണ് അന്നത്തെ UDF-കാർ. 3-ാം ദിവസം, അല്ലാതെ 7-8 ദിവസം കഴിഞ്ഞ് അമ്മ ഇറങ്ങിയപ്പോ ചലിച്ചതല്ല. 3-ാം ദിവസം ആക്റ്റീവായി ഗവൺമെന്റ് ഇടപെടുമ്പോ അന്ന് ഫിഷീസ് മന്ത്രി എന്ന നിലയിൽ ഞാനും തിരുവനന്തപുരത്തിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രനും ഞങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം സെക്യൂരിറ്റി ഏരിയയിലാണ് താമസിച്ചത്. അത്യന്തം സങ്കടകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇത്തരം ഒരു സമരം ചെയ്യാൻ CITU മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നിർബന്ധിതമായി. ഇന്ന് ദുരന്തം നടന്നിട്ട് 12-ാമത്തെ ദിവസമാണ്. 31 തീയതികളിലാണ് ഈ ദുരന്തം നടക്കുന്നത്. 12-ാമത്തെ ദിവസവും കടലിൽ പോയി കണ്ടെത്താൻ കഴിയാത്ത 3 മൃതദേഹങ്ങൾ ഇനിയും കിട്ടിയിട്ടില്ല. ഒന്ന് വിഴിഞ്ഞത്താണ്, ഒന്ന് മുതലപ്പുഴയിലാണ്, അഞ്ചുതെങ്ങ് പ്രദേശത്താണ്, ഒന്ന് കൊല്ലത്താണ്. ഇവരുടെ എല്ലാം ഞങ്ങൾ അവിടെ എല്ലാം സന്ദർശിച്ചു. ഇന്നലെ ഗോവിന്ദമാഷ് കൊല്ലത്ത് രേഷ്മയെ കാണാൻ, കൊല്ലത്ത് ഗൗതമിന്റെ അമ്മ രേഷ്മയെ കാണാൻ അവിടെ എത്തി. രേഷ്മ ഗോവിന്ദമാഷിനോട് പറഞ്ഞത്, സാവേ ഗോൾഡൻ അവേഴ്സ് വരെ നഷ്ടപ്പെടുത്തി. കാരണം നഷ്ടപ്പെട്ടാൽ അടുത്ത ദിവസങ്ങളിലാണ് അന്വേഷണം നടത്തേണ്ടത്. അപ്പോഴാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. ഇത് അന്വേഷണം തുടങ്ങിയത് എന്നാണ്. ഈ തൊഴിലാളികളുടെ അമ്മമാർ അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ ഭാര്യ അടക്കമുള്ളവർ പോയി ഫിഷീസ് ഓഫീസ് പിക്കറ്റ് ചെയ്യുന്ന ഗതികേടിലാണ് ഇവരൊന്ന് അനങ്ങിയത്. 7-ാം ദിവസവും 8-ാം ദിവസവും 9-ാം ദിവസമാണ് അന്വേഷണം തുടങ്ങിയത്. എന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു, ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള അന്വേഷണമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. നിങ്ങൾ എന്ത് അന്വേഷണമാണ് ഏർപ്പെടുത്തിയത്? എന്നിട്ട് മരിച്ചുപോയ മത്സ്യത്തൊഴിലാളിക്ക് 7 വർഷം കഴിഞ്ഞാൽ പിന്നെ ആനുകൂല്യം കിട്ടില്ല, ആ നിയമം നിങ്ങൾ മാറ്റും. ഉടനെ കുറെ പേര് കയ്യടി. എന്താ ഈ മത്സ്യമേഖലയിൽ നടന്നിരുന്ന കാര്യങ്ങളെന്ന് അങ്ങ് അറിയുന്നുണ്ടോ? നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമുള്ള ആളാണ്. എന്താണ് വകുപ്പിന്റെ പ്രസിഡന്റ്, എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഈ തീരദേശ ജനതയെ സംരക്ഷിക്കാനും നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിന് വേറെ നിങ്ങളെന്ത് പറഞ്ഞു? എന്ത് അവിടെ പോകുന്നില്ല, വിഴിഞ്ഞത്ത് പോകുന്നില്ല എന്ന് ചോദ്യം. നിങ്ങൾക്കറിയാമല്ലോ അങ്ങോട്ട് പോയാലുള്ള സ്ഥിതി. അപ്പൊ അവിടെ ഇരിക്കുന്നതെല്ലാം ഗാണ്ടാമൃഗങ്ങളാണോ? അവരുടെ സങ്കടം അവർ പറയും. അതിന് പകരം ആ വഴിയതുകൊണ്ട് പോകുന്നില്ലെന്ന് പറയുന്നത് തൊഴിലാളികളെ അപമാനിക്കലാണ്. നിങ്ങൾ പറഞ്ഞു ഈ വ്യവസ്ഥയില്ല, ഞാനത് മാറ്റും എന്നാണ് ആ പ്രയോഗം, ഞാനത് മാറ്റും. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അറിയണം, ഓഖി സമയത്ത് അന്നൊരു മുൻ പരിചയമില്ല കടലിൽ ഇത്ര വലിയ ക്ഷോഭത്തിൻ്റെത്. ആന്ധ്രാതീരത്തൊക്കെ ചുഴക്കാറ്റടിക്കുന്നത് നമ്മൾ എപ്പോഴും കാണും. കേരള തീരം സേഫായ ഒരു സോണാണെന്നാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്. ചുഴലിക്കാറ്റൊന്നും കേരളത്തിലേക്ക് അടിക്കില്ല. ഇതായിരുന്നല്ലോ നമ്മൾ 17-ന് മുമ്പ് വരെയുള്ള നമ്മുടെ ധാരണ. 17-ന് മുമ്പ് അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. 17-നാണ് അങ്ങോട്ട് നീങ്ങിയ ചുഴലിക്കാറ്റ് ദിശ തെറ്റി കേരള തീരത്തിന്റെ ഉൾക്കടലിലേക്ക് ആഞ്ഞടിച്ച് 100 കണക്കിന് തൊഴിലാളികളെ ദുരന്തത്തിലാക്കിയത്. 17-ാം തീയതി ദുരന്തം വരുന്നു. 17-ാം തീയതി വൈകിട്ട് തന്നെ ഞാനടക്കം കടപ്പുറത്ത് പൂന്തുറയിലെത്തി. പൂന്തുറയിലെ ചില സാക്കിൾ ഇവിടെ ഉണ്ട്. അപ്പൊ ആർക്കും ഒരു പിടിയിൽ എന്താ സംഭവിച്ചത്? തൊഴിലാളി രാവിലെ വരേണ്ടതാണ്, ആരും എത്തിയിട്ടില്ല. എന്താണ് വരാത്തത്? ഇങ്ങനെ ആകുലപ്പെട്ടിരിക്കുകയാണ്. അവസാനമാണ് എന്തോ ദുരന്തം അവിടെ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ എയർഫോഴ്സിനെ ബന്ധപ്പെട്ടു, നേവിയെ ബന്ധപ്പെട്ടു. ഇപ്പൊ നേവി എയർഫോഴ്സ് ഒക്കെ BJPയുടെ ചന്ദ്രസേനോട് ചോദിച്ചിട്ടാണ് ആളെ വിളിക്കുന്നത്. ഒരു ഗവൺമെന്റിനെ നേവിയെയും എയർഫോഴ്സിനെയും വിളിക്കാൻ ഇവിടുത്തെ BJPക്കാരുടെ സഹായം വേണോ? കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ഉണ്ടല്ലോ. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ബന്ധം എന്താ? അത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ അടിയന്തരമായി കേന്ദ്രവുമായി ബന്ധപ്പെട്ടു. അവര് വളരെ വേഗം തന്നെ പ്രതികരിച്ചു. അവർ എയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ, എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ, നേവിയുടെ കപ്പൽ, നേവിയുടെ ഉദ്യോഗസ്ഥർ, അത് കൂടാതെ എയർഫോഴ്സിന്റെ സെക്യൂരിറ്റി ഏരിയ തുറന്നു തന്നു. തിരുവനന്തപുരത്ത് നമ്മുടെ എയർപോർട്ടിന് അപ്പുറമുള്ള അവരുടെ സെക്യൂരിറ്റി ഏരിയ ആരെയും കടത്താത്തതാണ്. ഈ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള ഇടപെടൽ ആ സെക്യൂരിറ്റി ഏരിയയും തുറന്നു തന്നു. 100 കണക്കിന് തൊഴിലാളികളെ ജീവനോടെ രക്ഷിച്ചു.
തമിഴ്നാട്ടിൽ നിന്ന് 600-ലേറെ പേരെയാണ് രക്ഷിച്ച് അങ്ങോട്ട് വിട്ടത്. ഇവിടെയും അതുപോലെ 100 ആളുകളെ രക്ഷപ്പെടുത്തി. നിരന്തരമായ രക്ഷാപ്രവർത്തനം. 3-ാം ദിവസം ആ രക്ഷാപ്രവർത്തനത്തിൽ 3-ാം ദിവസം തൊട്ട് കിട്ടിയത് ചില മൃതദേഹങ്ങൾ കൂടിയാണ്. ആ മൃതദേഹങ്ങളും രക്ഷപ്പെടുത്തിയവരുമായി മെഡിക്കൽ കോളേജിലേക്ക് നീങ്ങുന്ന വാഹനത്തെ വഴിയിൽ തടഞ്ഞവരാണ് അന്നത്തെ UDF-കാർ. 3-ാം ദിവസം, അല്ലാതെ 7-8 ദിവസം കഴിഞ്ഞ് അമ്മ ഇറങ്ങിയപ്പോ ചലിച്ചതല്ല. 3-ാം ദിവസം ആക്റ്റീവായി ഗവൺമെന്റ് ഇടപെടുമ്പോ അന്ന് ഫിഷീസ് മന്ത്രി എന്ന നിലയിൽ ഞാനും തിരുവനന്തപുരത്തിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രനും ഞങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം സെക്യൂരിറ്റി ഏരിയയിലാണ് താമസിച്ചത്. അന്ന് തിരുവനന്തപുരത്തിന്റെ ACP പ്രകാശ്, അദ്ദേഹം ഇപ്പൊ IG ആണെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹം ഞങ്ങളോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. ബന്ധപ്പെട്ട പോലീസ് അദ്ദേഹവും ഞങ്ങളോടൊപ്പം 24 മണിക്കൂർ സെക്യൂരിറ്റി ഏരിയയിൽ കഴിഞ്ഞവരാണ്. ഞങ്ങൾ അങ്ങനെ അവിടെ ഫലപ്രദമായ നേതൃത്വം കൊടുത്ത് 100 തൊഴിലാളികളുടെ ജീവൻ രക്ഷിച്ചു. കുറെ അധികം മൃതശരീരം കിട്ടി. പിന്നെയും കിട്ടാതായ കുറച്ചുണ്ട്. അത് ഞങ്ങൾ കുറെ കൂടി അന്വേഷിച്ചു. അവരെല്ലാം 10-15 ദിവസം കഴിഞ്ഞിട്ടും പിന്നെ കിട്ടാതായപ്പോൾ ഞങ്ങള് അന്വേഷണം അവസാനിപ്പിച്ചു. ഈ പ്രശ്നം അപ്പോഴാണ് നമ്മുടെ ഇവിടെ ചിലർ 400-ലേറെ പേരുടെ മൃതദേഹം ഇനി കിട്ടാനുണ്ടോ എന്ന് വിവാദം. ഞാൻ വിഴിഞ്ഞത്തെ മുഴുവൻ വീടുകളും കയറിയിറങ്ങി. കെന്നഡിയും തിരുവനന്തപുരത്തെ സപ്പോർട്ടറെല്ലാം ഉണ്ട്. അന്ന് നമ്മുടെ കളക്ടർ ഇവിടുത്തെ വാസുകിയാണ്. ഇപ്പൊ അദ്ദേഹം ഗവർണറുടെ ADC ആണ്. വാസുകി കളക്ടറാണ്, ഫിഷീസ് ഡയറക്ടർ, DD, ട്രേഡ് യൂണിയൻ പ്രവർത്തകർ, ഞങ്ങൾ ഇത്രയും കൂടി വിഴിഞ്ഞത്തെ മുഴുവൻ വീടുകളും കയറിയിറങ്ങിയപ്പോ ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു 142 ആളാണ് ഇനി കിട്ടാനുള്ളത്. മൃതദേഹം കിട്ടിയവരും കിട്ടാത്തവരും. ആ 142 കുടുംബങ്ങളുടെ സ്ഥിതി എന്തെന്ന് എനിക്ക് അതുകൊണ്ട് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചില കുടുംബിനികൾ പ്രസവിച്ചു കിടക്കുന്നവർ, ചിലർ കൈക്കുഞ്ഞ്, ചിലർ പഠിച്ചുകൊണ്ടിരിക്കുന്ന, വീടില്ലാത്തത്, ഇങ്ങനെയുള്ള ദുരിതപൂർണമായ അന്തരീക്ഷത്തിൽ കഴിയുന്ന 142 കുടുംബങ്ങൾ. ഞങ്ങളെന്ന് ചേർന്നിട്ട് തീരുമാനിച്ചു. മുഖ്യമന്ത്രിയോട് ഞാൻ ഇതാണ് പൊസിഷൻ എന്നെല്ലാം ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തു. ഈ കാണാതാവാതെ പോയ തൊഴിലാളി കണ്ടവർക്ക് നമുക്ക് ആശ്വാസം കൊടുക്കാം, മൃതദേഹം കിട്ടിയവർക്ക്. അല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യും? അന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ CNDRF-ൽ നിന്നാണ് 20 ലക്ഷം രൂപ മൃതദേഹം കിട്ടാത്ത മുഴുവൻ വീടുകൾക്കും ആശ്വാസധനം നൽകിയത്. 2 ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ ആശ്വാസധനത്തിന്റെ പണമുണ്ട്. മുഖ്യമന്ത്രിയുടെ CNDRF-ൽ നിന്ന് 20 ലക്ഷവും ആണ് 22 ലക്ഷം രൂപ ഞങ്ങൾ വീടുകളിൽ കൊടുക്കാൻ അവിടെ യോഗം വെച്ച് കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് കൊടുത്തത്. ഇതറിയാത്തതാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അദ്ദേഹം ഇപ്പൊ പറയുന്നു ഞാനീ മാറ്റം. ഇങ്ങനെ കൊടുത്ത അനുഭവം ഉണ്ട് സാർ ഇവിടെ. ഇതാണ് കേരളത്തിൽ നടന്നത്. എന്നിട്ടോ അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല. ഈ കുടുംബങ്ങളെല്ലാം നേരിട്ട് കണ്ടല്ലോ. അവരുടെ പ്രശ്നങ്ങൾ. ഇവിടെ ഒരു ഫിഷീസ് മന്ത്രിയുണ്ട്, എന്നത്തേക്കാ പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിയും ആരും ആ വഴി പോയിട്ടില്ല. ഞങ്ങൾ മുഴുവൻ വീടുകളിൽ കയറിയിറങ്ങി. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു, വീടില്ലാത്ത മുഴുവൻ തൊഴിലാളിക്കും വീട് കൊടുക്കണം. വീട് കൊടുത്തു. അവിടെ തൊഴിലില്ലാത്ത എല്ലാ സഹോദരിമാർക്കും ആ വീട്ടിലെ ഒരാൾക്ക് ജോലി കൊടുക്കണം. അമ്മമാർക്കും എല്ലാം ജോലി കൊടുത്തു, സർക്കാർ ജോലി കൊടുത്തു. പിന്നീട് നമ്മൾ ജോലി കൊടുത്തു. പിന്നീട് നമ്മൾ ഒന്നുകൂടി ചെയ്തു. അവിടെയുള്ള കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം പ്രശ്നമാണ്. ആ വിദ്യാഭ്യാസം ഞങ്ങൾ ഏറ്റെടുത്തു. 17 ശേഷം നമ്മള് ഡിഗ്രിയൊക്കെ വരണമെങ്കിൽ 10 വർഷം കൂടെ വേണമല്ലോ. അപ്പൊ അതിന് കഴിയുന്ന തരത്തിൽ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് 35,000 രൂപ, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് 50,000 രൂപ, +1 പഠിക്കുന്ന കുട്ടിക്ക് 75,000 രൂപ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിക്ക് 1 ലക്ഷം രൂപ. ഇങ്ങനെ വാർഷിക ലംസം ഗ്രാന്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ പഠനം സർക്കാർ ഏറ്റെടുത്തു. ഏതുവരെ? 2035. തിരുവനന്തപുരത്തിന്റെ ആർച്ച് ബിഷപ്പ് പറയുകയാണ്, വളരെ തൃപ്തികരമാണ് ഞങ്ങൾക്ക് ഗവൺമെന്റ് ചെയ്യുന്ന കാര്യം. പ്രിയമുള്ള ആർച്ച് ബിഷപ്പ്, നിങ്ങൾ ആരോടൊപ്പമാണ്? ദുരിതം അനുഭവിക്കുന്ന തൊഴിലാളിയുടെ വികാരം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതോ സതീശിനെ പോലെയുള്ളവർ നടത്തുന്ന തട്ടിപ്പ് വാചകത്തിൽ മയങ്ങി വീഴുന്നുണ്ടോ? നിങ്ങൾ ആരോടൊപ്പമാണ്? ഞാൻ ജിജിയുടെ അഭിപ്രായത്തോടൊപ്പമാണോ? രേഷ്മയുടെ അഭിപ്രായത്തോടൊപ്പമാണോ? ആ 5 തെങ്ങിലെ സഹോദരിയുടെ വികാരം പിതാവ് കണ്ടില്ലേ? നിങ്ങൾ ആരോടൊപ്പമാണ് ചിന്തിക്കുന്നത്? ഈ തരം ഗൗരവതരമായ ഒരു വിഷയത്തിൽ ഞങ്ങൾ പറയുന്നു, ദുരന്തമുണ്ടാകുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം. അവിടെ കൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല. ISRO വിളിച്ചു വരുത്തി. ISROയ്ക്ക് കടപ്പുറവുമായും തീരദേശ തൊഴിലാളിയുമായും വലിയ ബന്ധമുണ്ട്. അവരുടെ ആസ്ഥാനവും അവരുടെ സ്ഥലവുമാണ് പള്ളിയടക്കം ISROയുടെ ആസ്ഥാന പ്രദേശം. ISRO ഞങ്ങൾ വിളിച്ചു വരുത്തി.
ഞങ്ങൾ പറഞ്ഞു, നിങ്ങള് സാറ്റലൈറ്റ് ഫോൺ ഇവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ISROനോട് പറഞ്ഞു, മാഡം, ഞങ്ങൾ കണ്ടെത്തുന്ന ബഹിരാകാശ നിലയങ്ങളിലെ ട്രാൻസ്പോണ്ടത്തിന്റെ 80% സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞു, സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുകയാണ്. നരേന്ദ്രമോദിയുടെ കല വിറ്റ് കാശ് വാങ്ങലാണല്ലോ, അതെല്ലാം വിറ്റ് കഴിഞ്ഞു. പിന്നെ ഉള്ളത് 20%. അത് ഇന്ത്യ രാജ്യത്തിന്റെ ഡിഫൻസിന്, സുരക്ഷാ സംവിധാനത്തിന് നീക്കി വെച്ചിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളിക്ക് തരാൻ നിർവാഹമില്ല. പിന്നെ ഞങ്ങൾ ഈ വിദേശ കമ്പനിയെ, കോർപ്പറേറ്റ് കമ്പനിയുടെ പ്രവർത്തകരെ വിളിച്ചു വരുത്തി, അവരോട് സംസാരിച്ചു. തൊഴിലാളിക്ക് സാറ്റലൈറ്റ് ഫോൺ കൊടുക്കണം. ഉൾക്കടലിൽ പോകുന്ന തൊഴിലാളി ദുരന്തത്തിൽ അകപ്പെട്ടാൽ നമ്മള് ഫിഷിംഗ് സ്റ്റേഷൻ തുടങ്ങിയ അക്കാലത്ത് വിഴിഞ്ഞത്ത് അവിടേക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അടിയന്തരമായി ഇടപെടാൻ കഴിയുന്ന തരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ 1 ലക്ഷം രൂപ ഒരു സാറ്റലൈറ്റ് ഫോണിന്. നിർവാഹമില്ലാത്തതുകൊണ്ട് അന്ന് 80-ലേറെ ഫോൺ നമ്മൾ വാങ്ങി. 90,000 രൂപ സർക്കാർ കൊടുത്തു സബ്സിഡി. 10,000 രൂപ തൊഴിലാളിയുടെ ഷെയർ. അങ്ങനെ നമ്മൾ വൺ വേയെ പറ്റൂ, തൊഴിലാളിക്ക് ഇങ്ങോട്ട് ബന്ധപ്പെടാം. ആ തരത്തിൽ അവർക്കൊരു ദുരിതമുണ്ടായാൽ, കടൽ റഫായാൽ ഉടൻ ഫിഷറി സ്റ്റേഷനിൽ ബന്ധപ്പെടാൻ നമുക്ക് അലേർട്ട് കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ, ആ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ സാറ്റലൈറ്റ് ഫോൺ കൊടുത്തു. ഇപ്പൊ അതെവിടെയെന്ന് എനിക്കറിയില്ല, ബാക്കിയുള്ളവർ കൊടുത്തു എന്നറിയില്ല. ഞങ്ങൾ ഇന്നത്തെ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നു, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അർഹതപ്പെട്ട മുഴുവൻ തൊഴിലാളിക്കും ഉൾക്കടലിൽ പോകുന്നവർക്ക് സാറ്റലൈറ്റ് ഫോൺ നൽകണം. നിങ്ങൾ കോടാനുകോടി വിദേശ നാണ്യം നേടിത്തരുന്ന വ്യവസായമാണിത്. അന്ന് നമ്മൾ തൊഴിലാളിക്ക് ലൈഫ് ജാക്കറ്റ് കൊടുത്തു, വെള്ളം നഷ്ടപ്പെട്ട തൊഴിലാളിക്ക് സൗജന്യമായി വെള്ളം കൊടുത്തു. അങ്ങനെ ചെയ്യാൻ എന്നിട്ട് ഞങ്ങൾ അന്നത്തെ ചീഫ് സെക്രട്ടറി വിജയാനന്ദ സാറിനെ, പഴയ റിട്ടയർ ചെയ്ത വിജയാനന്ദ സാറിനെയും മത്സ്യമേഖലയിലെ വിദഗ്ധരെയും ഉപയോഗിച്ച് ഒരു കമ്മീഷൻ വെച്ചു. ദുരന്തം വന്നാൽ എങ്ങനെ ഇടപെടണം, ആ കമ്മീഷൻ റിപ്പോർട്ട് അവിടെ ഉണ്ട്. മുഖ്യമന്ത്രി കമ്മീഷൻ റിപ്പോർട്ട് തുറന്നു നോക്കട്ടെ. നിങ്ങൾ വിജയാനന്ദ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് തുറന്നു നോക്കൂ. അതിനകത്ത് കൃത്യമായി ഓരോന്ന് പറയുന്നുണ്ട്. ജിഡി ചോദിച്ചു, SOP ഉണ്ടോ? ഉണ്ട്. ഇവിടെ നിങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ? നടപ്പിലാക്കാൻ ആ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? അത് പരിശോധിച്ചാൽ ദുരന്തം വന്നാൽ എങ്ങനെ ഇടപെടണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അന്ന് നമ്മൾ ഒന്നുകൂടി ചെയ്തു. തീരദേശത്തെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് 200 ചെറുപ്പക്കാരെ, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ പോലീസിലേക്ക് നമ്മൾ സെക്യൂരിറ്റി ഗാർഡായി നിയമിച്ചു. ഗോവയിൽ വിട്ടവർക്ക് ട്രെയിനിങ് കൊടുത്തു. ഈ ക്ഷോഭം വരുന്ന കടൽക്ഷോഭത്തിൽ എങ്ങനെ ഇടപെടാം, എങ്ങനെ റെസ്ക്യൂ പ്രവർത്തനം നടത്താമെന്ന് പരിശീലിപ്പിച്ച 200 ആളുകൾ കേരള പോലീസിലുണ്ട്. അന്ന് ചെയ്തതാണത്. ഇപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നു, അത് തിരുവനന്തപുരം ജില്ലയിലാണ് 200 പേരും. എല്ലാ ജില്ലകളിലും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് റെസ്ക്യൂ ടീമിനെ നിങ്ങൾ പരിശീലിപ്പിക്കണം. ഓരോ ജില്ലയിലും കുറഞ്ഞത് 50 ആളെയെങ്കിലും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് പോലീസിലേക്ക് റെസ്ക്യൂ ടീം ഉണ്ടാവണം. അടിയന്തരമായി അവിടെ ഇടപെടും. കൊല്ലത്ത് നമ്മൾ കണ്ടതെന്താ, കപ്പലിലേക്ക് ബോട്ടിലേക്ക് അങ്ങോട്ട് പോയി കടൽ ചുരുക്ക് ശബ്ദിച്ചു, ഉദ്യോഗസ്ഥരെല്ലാം തിരിച്ചു പോന്നു. രക്ഷാപ്രവർത്തനം സ്വഹ. ഇതാണ് കണ്ടത്. ഇതിന് പറ്റിയ സ്കോർ നമ്മൾക്ക് ലൈവ് ഈ സെക്യൂരിറ്റി ടീമുണ്ട് നമുക്ക്. അവരെ എന്തുകൊണ്ട് ഞങ്ങൾ വിളിച്ചില്ല, എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? 7-ാം ദിവസമാണ് ഞാൻ കൊല്ലത്തിയ ചെന്നപ്പോൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നിങ്ങൾ ആ ടീമിനെ എന്തുകൊണ്ട് വിളിച്ചില്ല? അടുത്ത ദിവസം ഞങ്ങൾ വിളിക്കും. 5:30 6 മണിക്ക് എത്തിയോ? 9-ാം തീയതി വിഴിഞ്ഞത്ത് അഞ്ചുതെങ്ങൾ ചെന്നിട്ട് മന്ത്രി CP ജോർജ് പറഞ്ഞു 10-ാം തീയതി 9-ാം തീയതി അതിരാവിലെ 6:30 അന്വേഷണം തുടങ്ങിയോ? 10 മണിക്കും ആളെത്തിയില്ല. മത്സ്യത്തൊഴിലാളി പോയി. അവിടെയാണ് നമ്മുടെ ബിഷപ്പിന് സുസ്ഥിരമായ പ്രവർത്തനം. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? പ്രകൃതി ദുരന്തത്തിൽ രാജേഷ് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി സഹോദരങ്ങളെ, കൂടെയുള്ളവരെ സംരക്ഷിക്കാൻ സഹജീവിയോടുള്ള കാരുണ്യം, അദ്ദേഹം ജീവൻ നഷ്ടപ്പെടുത്തിയ ആളാണ്. എങ്ങനെയാണ് ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത്? ഗന്ധത്തോടുകൂടി പുഴുത്ത് നാറുന്ന തരത്തിൽ. എന്താണ് നിങ്ങളുടെ ഉത്തരവാദിത്വം? 18 ഇവിടെ പ്രകൃതി ദുരന്തം ഉണ്ടായില്ലേ? അന്നെങ്ങനെ ഈ ഗവൺമെന്റ് കൈകാര്യം ചെയ്തത്? ആലപ്പുഴ പത്തനംതിട്ട മേഖലകളെല്ലാം മുങ്ങി 10-15 അടി വെള്ളം പൊങ്ങുമ്പോ നമ്മള് ആ വാർത്ത കണ്ടുടൻ തന്നെ കൊല്ലം കടപ്പുറത്ത് ഞങ്ങളെത്തിയ അർദ്ധരാത്രി പെരുമഴ. നമ്മുടെ ബേസ്ലാൽ ഇവിടെ നിൽക്കുന്നു. കൊല്ലത്തെ നേതാക്കളെല്ലാം ഇവിടെ, വിനോദം അടക്കം ഇവിടെയുണ്ട്. ഞങ്ങളെല്ലാം മത്സ്യത്തൊഴിലാളികളെ രാത്രി മൈക്ക് അനൗൺസ് ചെയ്താണ്, ഉറങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ അനൗൺസ് ചെയ്തു. ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ പ്രളയം മുങ്ങുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ എഴുന്നേറ്റ് വരണം, നിങ്ങളുടെ വള്ളവുമായി പോകണം. അന്നത്തെ കളക്ടർ കാർത്തിക് ഈ വാസുവിയുടെ ഭർത്താവ് തന്നെയാണ്. അവിടുത്തെ ACP പ്രദീപ്, എല്ലാവരും കൂടെ ചേർന്ന് ACP അത് ചെയ്തത്. ഗുജറാത്തിൽ നിന്ന് വരുന്ന വലിയ ലോറികൾ അത് സീസ് ചെയ്ത് കൊണ്ടുപോകുന്നു. നടപടിക്രമമൊന്നും നോക്കേണ്ടത്. ദുരന്തമുഖത്ത് അങ്ങനെ ഇടപെടുന്നത്
സീസ് ചെയ്ത് കൊണ്ടുവന്ന് മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളവുമായി ആലപ്പുഴയ്ക്ക് കുതിച്ചു. അപ്പൊ അവർ ഒരു ചോദ്യം ചോദിച്ചു എന്നോട്, ഞങ്ങളുടെ വള്ളവുമായി പോകുമ്പോ വള്ളത്തിന് കേട് വന്നാൽ എന്ത് ചെയ്യും? ഞാൻ പറയും, മുഴുവൻ പരിഹാരവും ഗവൺമെന്റ് ഏറ്റെടുക്കും. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ പ്രളയത്തിൽ അവർക്ക് കൊടുക്കാൻ ഏത്തക്കയും ബ്രെഡും എല്ലാം സംഭരിച്ചു വെച്ച കുട്ടികൾ അത് കൊണ്ടുവന്ന് ലോറിയിലെ മത്സ്യത്തൊഴിലാളിക്ക് കൊടുത്തു. പ്രളയകര സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഭക്ഷണം കിട്ടില്ല. ഈ കരുതൽ ഉണ്ടായിരുന്നു ആ ഗവൺമെന്റിന്. സമസ്ത മേഖലയിലാണ് കരുതൽ. അവിടെ അടിയന്തരമായി എത്തുക, രക്ഷാപ്രവർത്തനത്തിലൂടെ തൊഴിലാളികളെ സംരക്ഷിക്കുക, അവരുടെ ഭക്ഷണം കൊടുക്കുക, അവരുടെ ബോട്ട് നഷ്ടപരിഹാരം വന്നാൽ അത് ഉറപ്പാക്കുക. ഇങ്ങനെ സമഗ്രതയിലാണ് ആ ഗവൺമെന്റ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഫലമോ 75,000-ലേറെ പേരെയാണ് മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടുത്തിയത്. കൊല്ലത്തുനിന്ന് തുടങ്ങി തിരുവനന്തപുരം, ആലപ്പുഴം, എല്ലാ മേഖലയിലും. ഞാൻ പറഞ്ഞത് ഇതാണ് ഗവൺമെന്റ്. കരുതലോടുകൂടി, കമ്മിറ്റ്മെന്റോടുകൂടി പ്രശ്നമുണ്ടാകുമ്പോൾ ഇടപെടുക. ഇത് ഓരോരുത്തർ എന്നെ തിങ്കാതെ പറയുക, വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുക, തൊഴിലാളികളെ അപമാനിക്കുക. ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടോ കേരളത്തിൽ? ഇവിടെ ഇരിക്കുന്ന മന്ത്രിമാർ അവിടെ രാജേഷിന്റെ മൃതദേഹം ഇങ്ങനെ പുഴുത്തു താറിയപ്പോ പറയാണ് അന്വേഷിച്ച് നടപടിയെടുക്കും. നിങ്ങളുടെ ജോലി എന്തായിരുന്നു? ആ ബോഡി കൃത്യമായി കൊണ്ടുവരുന്നതിന് ഇടപെടാതെ നിങ്ങൾ പിന്നന്വേഷിക്കും, നടപടിയെടുക്കുമെന്ന് പറയാനാണ് ഒരു മന്ത്രി കേരളത്തിൽ. അതിന് മന്ത്രി എന്തിനാ? അപ്പൊ ഈ തരത്തിൽ ഉത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുക, അങ്ങേയറ്റം വായിൽ വരുന്നത് വിളിച്ചു പറയുക, ജനങ്ങളെ അപമാനിക്കുക, നാടിനെ വെല്ലുവിളിക്കുക. ഈ സാഹചര്യത്തിലാണ് നമ്മൾ മത്സ്യത്തൊഴിലാളി ആവശ്യപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള SOP കൃത്യമായി നടപ്പിലാക്കണം. തൊഴിലാളികൾക്ക് സാറ്റലൈറ്റ് ഫോൺ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സൗജന്യമായി കൊടുക്കണം. മരിച്ചുപോയ തൊഴിലാളികളുടെ കുടുംബത്തിന് തൊഴിലും നഷ്ടപരിഹാരവും കൊടുക്കണം. രേഷ്മ ഉണ്ടായിരുന്ന വീട് വിറ്റാണ് ചെറുവള്ളം വാങ്ങി കടലിൽ പോയത്. വീടും പോയി, വള്ളവും പോയി, ഭർത്താവും പോയി, മകനും പോയി, സർവവും നശിച്ചു. ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വീടടക്കം, തൊഴിലടക്കം. ഇനിയുള്ളൊരു മകനെ കുറിച്ചാണ് TP പറഞ്ഞത്. ആ മകൻ ഞങ്ങൾ നിരവധി പ്രാവശ്യം രേഷ്മയുടെ വീട്ടിൽ പോയി, അവനെ അവിടെ കണ്ടിട്ടില്ല. അവൻ കടപ്പുറത്തും അന്വേഷണ സ്ഥലത്തുമാണ്. ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൊണ്ട് അതിന് ബഡായി പറഞ്ഞ് പ്രസംഗിച്ചാൽ പോരാ. തൊഴിലാളികളെ സംരക്ഷിക്കാൻ, അവരെ വിശ്വാസത്തിലെടുക്കാൻ ഈ നാടിന്റെ കരുത്താണവർ. രാജ്യത്തിന്റെ സൈന്യമെന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി വിശേഷിപ്പിച്ചവരാണവർ. ആ സൈന്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ തീരദേശ തൊഴിലാളികളെ, മറ്റൊന്നുകൂടിയുണ്ട്, ഞങ്ങളെന്ന അധികാരത്തിൽ വരുമ്പോൾ ആദ്യം കടപ്പുറത്ത് വലിയതുറയിൽ സ്കൂളിൽ കഴിയുന്ന തൊഴിലാളി 5 വർഷമായി കടലേറി വീട് നഷ്ടപ്പെട്ടിട്ട് 5 വർഷം അവിടെ കിടക്കുക. UDF-ന്റെ 5 വർഷം. നമ്മൾ 16 വന്നു. ഞാൻ 7-ാം ദിവസം വലിയതുറയിലെത്തി. അവിടെ കേട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ എത്ര മന്ത്രിമാരെ കണ്ടിരിക്കും, ഇതൊന്നും നടക്കില്ല സാറേ. നിങ്ങൾ ഇങ്ങനെ കുറെ പേര് വരുമ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല. അവരെന്നോട് പറഞ്ഞതാണ്, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ കൊല്ലത്ത് ഞങ്ങളിത് ചെയ്ത അനുഭവം ഞങ്ങൾക്കുണ്ട്. TK മന്ത്രിയായിരുന്നപ്പോ ഇവിടെ ഞാനിത് ചെയ്യും, അവർക്ക് ഉറപ്പ് കൊടുത്തു. അത് എന്നെ വിശ്വസിച്ചില്ല. പക്ഷേ ആ പദ്ധതിയാണ് 192 ഫ്ലാറ്റ് വലിയതുറയിൽ ഉയർന്നത്. അവിടെ പിന്നെ 4 വീട് വീണ്ടുമുണ്ട്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആ പ്രദേശത്തില്ലാത്തത് കൊണ്ടാണ്. ഭീമാപ്പള്ളിയിലുണ്ട്, അവരിങ്ങോട്ട് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് 4 വീട് അവിടെ നിന്നത്. എന്തൊരു പ്രചരണമായിരുന്നു, നുണപ്രചരണം. സിമന്റ് ഗോഡൌണിൽ മത്സ്യത്തൊഴിലാളി കിടക്കുന്നു. ഒരു മത്സ്യത്തൊഴിലാളി സിമന്റ് ഗോഡൌണിലില്ല. മത്സ്യത്തൊഴിലാളി അല്ലാത്തൊരു കുടുംബം അവിടെ ഗോഡൌണിലുണ്ട്. അവർക്ക് ഈ വീട് കൊടുക്കാനും പറ്റില്ല. എന്തൊരു ദുഷ്പ്രചരണമായിരുന്നു മീഡിയ ഏറ്റെടുത്തത്. സിമന്റ് ഗോഡൌണിൽ മത്സ്യത്തൊഴിലാളി കിടക്കുന്നു. പച്ചയായ നുണ. ഒരു മത്സ്യത്തൊഴിലാളി സിമന്റ് ഗോഡൌണിലില്ല. വീട് നഷ്ടപ്പെട്ട മുഴുവൻ പേർക്ക് 192 വീടിൽ 188 വീട് വിതരണം ചെയ്തു. കിടന്ന സ്കൂൾ 6 കോടി രൂപ ചെലവഴിച്ച് ടെന്നീസ് കോർട്ട് അടക്കം മനോഹരമായ സ്കൂൾ ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. തൊഴിലാളികളുടെ ദുരിതത്തിൽ അവരെ ആശ്വസിപ്പിക്കാൻ മാത്രമല്ല, അവരുടെ ഭാവി പുരോഗതി, അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, ഇതെല്ലാം സ്വന്തം പോലെ കണ്ട് ചേർത്ത് പിടിച്ചൊരു സർക്കാർ. അതും ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ എവിടെ ഇന്നൊരു സർക്കാർ ഉണ്ടോ കേരളത്തിൽ? തീരദേശത്തിന് എങ്ങനെ അനുഭവിക്കുന്നുണ്ടോ? ഇതാണ് പ്രശ്നം. ഇതാണ് CIT ഉയർത്തുന്നത്. ഇതിന് പരിഹാരം കാണുക എന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ വേണ്ട കാര്യം കൂടിയാണ്. ഞങ്ങൾ ഇതിനെ പ്രത്യക്ഷ പ്രക്ഷോഭവുമായി തുടരും. ഈ ജീവൻ നഷ്ടപ്പെട്ട തൊഴിലാളിക്ക് നഷ്ടപരിഹാരമടക്കം കൊടുക്കാൻ നടപടി സ്വീകരിക്കണം. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ വിജിലൻസ് കമ്മീഷൻ റിപ്പോർട്ട് അതൊന്ന് പൊടിതട്ടിയെടുത്ത് നോക്കി പഠിക്കണം, അത് നടപ്പിലാക്കണം. ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കാൻ ഈ ഗവൺമെന്റ് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമരത്തെ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ അവസാനിക്കുന്നു.